ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. മണ്ഡല പര്യടനം സജീവമാക്കി സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം സംബന്ധിച്ച് കേന്ദ്രം കൊണ്ടുവന്ന പുതിയ നിയമം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. വികസിത് ഭാരത് പ്രമേയമാക്കി വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയക്കുന്നത് നിർത്തിവയ്ക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൈമാറിയതായി എസ്ബിഐ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി. കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലറെ പുറത്താക്കിയ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ഐപിഎൽ 2020 ക്രിക്കറ്റ് 17ാം സീസണ് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതമായി. മണ്ഡല പര്യടനത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ മാസം 28-ന് പുറപ്പെടുവിക്കും. ഏപ്രിൽ 4-ആണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മാർച്ച് 18 വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 2,72,80,160 വോട്ടർമാരാണ് ഉള്ളത്. വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർക്കാത്തവർക്ക് മാർച്ച് 25 വരെ ഇതിന് അവസരമുണ്ട്. വോട്ടെടുപ്പിനായി 25,358 ബൂത്തുകൾ സംസ്ഥാനത്ത് സജ്ജീകരിക്കും. തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത്തെ ലോക്സഭാ മണ്ഡലമായ ആറ്റിങ്ങലിൽ 3 മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമായി തുടരുന്നു. സിറ്റിംഗ് എംപിയും യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശ് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് പര്യടനം നടത്തി. യുഡിഎഫ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം കൺവെൻഷൻ ഇന്ന് കിളിമാനൂർ ടൌൺ ഹാളിൽ നടന്നു. എൽഡിഎഫ് സ്ഥാനാർത്ഥി വി ജോയ് ഇന്ന് അരുവിക്കരയും ചിറയൻകീഴിലെ തീരദേശ മേഖലകളും ഉൾപ്പെടെ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരൻ ഇന്ന് അഞ്ചുതെങ്ങ് കുടവൂർക്കോണം മേഖലകളാണ് സന്ദർശിച്ചത്. പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതോടെ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. വാശിയേറിയ പോരാട്ടമാണ് 3 മുന്നണികളും കാഴ്ചവെക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. എൽഡിഎഫിനു വേണ്ടി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ തോമസ് ചാഴികാടനും യുഡിഎഫിനു വേണ്ടി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഫ്രാൻസിസ് ജോർജും ഏറ്റുമുട്ടുന്ന കോട്ടയത്ത് എൻഡിഎ സ്ഥാനാർത്ഥിയായി ബിഡിജെഎസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി രംഗത്തെത്തിയതോടെ ശക്തമായ ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങി. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രവർത്തനങ്ങൾക്കും സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾക്കും ഒപ്പം റബ്ബർ അടക്കമുള്ള കാർഷിക വിളകളുടെ വിലയിടിവും കാർഷിക പ്രശ്നങ്ങളും കാർഷിക മേഖലയായ കോട്ടയത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാണ്. കോൺഗ്രസ് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന് മുൻതൂക്കമുള്ള കോട്ടയത്ത് 2 കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ ഏറ്റുമുട്ടുന്നു എന്ന സവിശേഷ രാഷ്ട്രീയ സാഹചര്യവും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിന് വിഘാതം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിന് ജില്ലയിൽ 84 സ്റ്റാറ്റിക് സർവെയിലൻസ് സംഘങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കപ്പെടുന്നു എന്നുറപ്പുവരുത്താൻ 36 ആന്റി സീഫേസ്മെന്റ് സ്ക്വാഡുകളും രംഗത്തുണ്ട്. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറിയും ത്രികോണ മത്സരമാണ് നടക്കുന്നത്. എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മണ്ഡലത്തിലെ പയ്യന്നൂരിൽ രണ്ടാം വട്ടം പര്യടനം പൂർത്തിയാക്കി. യുഡിഎഫ് സ്ഥാനാർത്ഥിയും നിലവിലെ എംപിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ കാഞ്ഞങ്ങാട് മേഖലയിൽ പര്യടനം തുടരുകയാണ്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയായ എൻഡിഎ സ്ഥാനാർത്ഥി എംഎൽ അശ്വിനി ഇന്ന് കല്യാശ്ശേരിയിൽ പര്യടനം പൂർത്തിയാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് നടപ്പാക്കുന്നതിനായുള്ള കൈപ്പുസ്തകം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പുറത്തിറക്കി. ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു.വി. ജോസിന് ആദ്യ പ്രതി കൈമാറി. ശുചിത്വ മിഷന്റെയും ഹരിത കേരള മിഷന്റെയും സഹകരണത്തോടെയാണ് കൈപ്പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ സന്ദർഭത്തിൽ സ്റ്റേ അനുവദിക്കാനാകില്ലെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും ഉൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. പുതിയതായി നിയമിതരായ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കെതിരെയും ഒരുവിധ ആരോപണവും നിലനിൽക്കുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. വികസിത് ഭാരത് പ്രമേയമാക്കി വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയക്കുന്നത് അടിയന്തരമായി നിർത്തിവയ്ക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും ഇത്തരം സന്ദേശങ്ങൾ വരുന്നതായി നിരവധി പരാതികൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് നടപടി. പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് അയച്ച സന്ദേശങ്ങൾ സാങ്കേതിക പോരായ്മകൾ നിമിത്തം വൈകി ലഭിക്കുന്നതാകാം ഇതിന് കാരണമെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് ഐടി മന്ത്രാലയം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകി. തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയതായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ബോണ്ട് തിരിച്ചറിയൽ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറിയതായി എസ്ബിഐ വ്യക്തമാക്കി. ബോണ്ട് വാങ്ങിയവരെയും സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളെയും തിരിച്ചറിയുന്നതിനുള്ള നമ്പരാണ് ഇത്.
ബോണ്ട് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഇന്ന് വൈകുന്നേരത്തിനകം കൈമാറി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് സുപ്രീംകോടതി എസ്ബിഐക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജനെ പുറത്താക്കിയ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. യുജിസി മാനദണ്ഡങ്ങൾക്കനുസരിച്ചല്ല അദ്ദേഹത്തെ നിയമിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വൈസ് ചാൻസലറെ ഗവർണർ പുറത്താക്കിയത്. എന്നാൽ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായണനെ പുറത്താക്കിയ നടപടി കോടതി സ്റ്റേ ചെയ്തില്ല. അഞ്ചുതെങ്ങിൽ നിന്ന് തൊഴിൽ തേടി വിദേശത്ത് പോയി യുദ്ധഭൂമിയിൽ അകപ്പെട്ടവരെ തിരികെ എത്തിക്കാൻ ശ്രമം നടക്കുന്നതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. റഷ്യയിലെ ഇന്ത്യൻ സ്ഥാനപതിയുമായി നിരന്തരം ബന്ധപ്പെട്ട് വരികയാണെന്നും യുവാക്കളുടെ ബന്ധുക്കളെ അഞ്ചുതെങ്ങിലെത്തി സന്ദർശിച്ച ശേഷം കേന്ദ്രമന്ത്രി പറഞ്ഞു. യുവാക്കളുടെ വിവരങ്ങൾ ഇന്ത്യൻ എംബസി റഷ്യൻ അധികൃതർക്ക് കൈമാറി. ഇത്തരത്തിൽ റഷ്യയിൽ എത്തിയ ഏകദേശം 20 പേരുടെ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പക്കലുണ്ട്. യുവാക്കളെ കൊണ്ടുപോയ വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസിക്കെതിരെ സിബിഐ അന്വേഷണം തുടങ്ങിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ 5 ബഹുജന റാലികളെ മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഐഎം നേതാവുമായ പിണറായി വിജയൻ അഭിസംബോധന ചെയ്യും. നാളെ കോഴിക്കോട് ആരംഭിക്കുന്ന പരിപാടി തുടർന്നുള്ള ദിവസങ്ങളിൽ കാസർകോട്, കണ്ണൂർ, മലപ്പുറം, കൊല്ലം ജില്ലകളിലും നടക്കും. മാർച്ച് 30 മുതൽ ഏപ്രിൽ 22 വരെയാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡലതല തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി. ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും 3 പരിപാടികൾ വീതമാണ് ഉണ്ടാവുക. വിഴിഞ്ഞത്ത് ടിപ്പർ ലോറികൾ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കുമെന്ന് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ്. തുറമുഖ നിർമ്മാണത്തിനായി ലോഡുമായി പോയ ടിപ്പറിൽ നിന്നും കരിങ്കൽ തെറിച്ചു വീണ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കളക്ടർ. പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനകൾ നടത്തും. ഓവർലോഡുകൾ പരിശോധിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡിനെ ചുമതലപ്പെടുത്തും. ടിപ്പറുകളുടെ സമയക്രമത്തിലും മാറ്റം വരുത്തും. ഏറ്റവും അധികം തിരക്കുള്ള രാവിലെ 8 മുതൽ 10 വരെ ടിപ്പറുകൾ നിരത്തിലിറങ്ങുന്നത് പൂർണ്ണമായും തടയും. കണ്ണൂർ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടി. പ്രത്യേക ദൌത്യ സംഘം മയക്കുവെടിവെച്ചാണ് കടുവയെ പിടികൂടിയത്. അവശനിലയിൽ കണ്ടെത്തിയ കടുവയെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം എവിടേക്ക് മാറ്റണമെന്ന് തീരുമാനിക്കും. ഈ മാസം 12-നാണ് കടുവയെ ജനവാസ മേഖലയിൽ കണ്ടെത്തിയത്. കേരളത്തിലെ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്കുള്ള കീം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. 2024 ജൂൺ 1 മുതൽ 9 വരെയുള്ള തീയതികളിൽ വിവിധ ഘട്ടങ്ങളിലായാണ് പരീക്ഷ നടക്കുന്നത്. കേരള ഹിന്ദി പ്രചാര സഭ നടത്തിവരുന്ന ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് പരീക്ഷകൾ അടുത്ത മാസം 4, 5, 6 തീയതികളിൽ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തും. പരീക്ഷയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത ഫീസ് സഹിതം ഈ മാസം 25-നകം തിരുവനന്തപുരത്തെ സഭാ കാര്യാലയത്തിൽ കിട്ടത്തക്കവിധം അപേക്ഷകൾ അയക്കണം. 20 രൂപ പിഴയോടുകൂടി ഈ മാസം 30-ന് മുൻപായും പരീക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ്. ഐപിഎൽ 2020 ക്രിക്കറ്റ് 17-ാം സീസണ് നാളെ തുടക്കം. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് കളി ആരംഭിക്കുക. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ഋതുരാജ് ഗെയ്ക്വാദ് ആയിരിക്കും ചെന്നൈയെ നയിക്കുക. MS ധോണി നായകസ്ഥാനത്ത് തുടരുമെന്ന ആരാധകരുടെ പ്രതീക്ഷകൾക്കിടെയാണ് തീരുമാനം പുറത്തുവന്നത്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. തിങ്കളാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 539 പോയിന്റ് ഉയർന്ന് 72,641-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 172 പോയിന്റ് വർദ്ധിച്ച് 22,011-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 100 രൂപ കൂടി 6,180 രൂപയും പവന് 800 രൂപ വർദ്ധിച്ച് 49,440 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. മണ്ഡല പര്യടനം സജീവമാക്കി സ്ഥാനാർത്ഥികൾ. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം സംബന്ധിച്ച് കേന്ദ്രം കൊണ്ടുവന്ന പുതിയ നിയമം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. വികസിത് ഭാരത് പ്രമേയമാക്കി വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയക്കുന്നത് നിർത്തിവയ്ക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. തിരഞ്ഞെടുപ്പ് ബോണ്ടുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൈമാറിയതായി എസ്ബിഐ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി. കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലറെ പുറത്താക്കിയ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ഐപിഎൽ 2020 ക്രിക്കറ്റ് 17-ാം സീസണ് നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.